സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് 2024 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് PSC ബുള്ളറ്റിനിൽ പ്രത്യേകം പഠിക്കാൻ തന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അടുത്ത് വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നവർ ഫസ്റ്റ് PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൊടുത്തു തന്നെ പഠിക്കണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ അവസാന നോവൽ അണ്ടിൽ ഓഗസ്റ്റ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ അവസാനത്തെ നോവലായിരുന്നു അണ്ടിൽ ആഗസ്റ്റ് എന്നത്. അടുത്ത ചോദ്യം, 19ാമത് ചേരിചേര സമ്മേളനത്തിന് വേദിയാകുന്നത് കമ്പാലയാണ്. ഉഗാണ്ടയിലെ കമ്പാലയാണ് 19ാമത് ചേരിചേര സമ്മേളനത്തിന് വേദിയാക്കുന്നത്. എവിടെയാണ്? ഉഗാണ്ടയിലെ കമ്പാല. എത്രാമത്തെയാണ്? 19ാമത്തെയാണ്. 19ാമത്തെ ചേരിചേര സമ്മേളനത്തിന് വേദിയാകുന്നത് ഉഗാണ്ടയിലെ കമ്പാല. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം റഷ്യയാണ്. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? റഷ്യ. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. 2024 ഏത് രാജ്യമാണ്? ബ്രസീലാണ്. അപ്പൊ 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക, 2024 ബ്രസീലില്. അടുത്ത ചോദ്യം, ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4ാം തവണ തെരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ട് തുടർച്ചയായിട്ട് 4ാം തവണ തെരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീന. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ 5 രാജ്യങ്ങൾക്കാണ് സ്ഥിരാംഗത്വം ലഭിച്ചത്. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ എത്രയാണ്? 5 രാജ്യങ്ങളാണ്. അവ ഏതൊക്കെയാണ്? ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. അടുത്ത ചോദ്യം, ഫോർബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏതാണ്? ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാറാണ്. കുവൈറ്റ് ദിനാർ. UN എന്ത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? UN എന്ത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. അന്താരാഷ്ട്ര ഒട്ടക വർഷം. അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ഒലേഗ് കൊനോനെൻകോ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഒലേഗ് കൊനോനെൻകോ. അടുത്ത ചോദ്യം, 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്കയാണ്. ഇന്ത്യയുടെ സ്ഥാനം 4ആണ്. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം ഏതാണ്? അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി ദാവോസ് ആണ്. സ്വിറ്റ്സർലൻഡില് ദാവോസ് ആണ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ. എത്രാമത്തെയാണ്? 54ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി സ്വിറ്റ്സർലൻഡില് ദാവോസ്. അടുത്ത ചോദ്യം, തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച സമാധാന നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ് ആണ്. മുഹമ്മദ് യൂനുസ് എന്തിന്റെ പേരിലാണ്? തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി
ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച സമാധാന നോബൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂനുസ്. കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഹിയർ WHO കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായിട്ട് ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ഹിയർ WHO. ലോകത്തിലെ ഏറ്റവും അധികം ഗതാഗതക്കുരുക്കുള്ള നഗരം ലണ്ടനാണ്. ലോകത്തിലെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം ഗതാഗതക്കുരുക്കുള്ള നഗരം ഏതാണ്? ലണ്ടൻ. 2023 ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 93. 2023 ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക്. ഇന്ത്യയുടെ 93 സ്ഥാനമാണ്. 2023 ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കൂടുതലുള്ള രാജ്യം ഏതാണ്? സൊമാലിയയാണ്. ഏറ്റവും അഴിമതി കൂടുതലുള്ള രാജ്യം സൊമാലിയ. കുറവുള്ളത് ഡെൻമാർക്ക്. 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? മൗണ്ട് ലെവോട്ടോബി ലാക്കി. 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ എവിടെയാണ്? ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് മൗണ്ട് ലെവോട്ടോബി ലാക്കി. റെയ്ക്യാനസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച രാജ്യം ഐസ്ലാൻഡ് ആണ്. റെയ്ക്യാനസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് എവിടെയാണ്? ഐസ്ലാൻഡ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഏതാണ്? ഇൻസ്റ്റാഗ്രാം ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഇൻസ്റ്റാഗ്രാം. ചാറ്റ് ജിപിടിക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഗ്രോക്ക്. ചാറ്റ് ജിപിടിക്ക് ബദലായിട്ട് ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? പ്ലാറ്റ്ഫോം ഗ്രോക്ക് ആണ്. ഗ്രോക്ക്. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ന്യൂറാലിങ്ക്. ആദ്യമായിട്ട് മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം ഏതാണ്? സ്വീഡൻ ആണ്. നാറ്റോയിൽ അംഗമായ എത്രാമത്തെ രാജ്യമാണ് സ്വീഡൻ? 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ. ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്നിയാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദി സീസ്. ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്നിയാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദി സീസ്. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദി സീസിന് പേര് നൽകിയ ഫുട്ബോൾ താരമാരാണ്? ലയണൽ മെസ്സിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദി സീസിന് പേര് നൽകിയ ഫുട്ബോൾ താരം ആരാണ്? ലയണൽ മെസ്സി. 2024 ലോക സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റീന പിസ്കോവയാണ്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവയാണ് 2024 ലോക സുന്ദരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏത് രാജ്യത്തിൻ്റെതാണ്? ചെക്ക് റിപ്പബ്ലിക്കിന്റെ. പേര് ക്രിസ്റ്റീന പിസ്കോവ. 2024 ലോക സുന്ദരി മത്സരത്തിന്റെ വേദിയായത് മുംബൈയാണ്. വേദിയായ രാജ്യം ഇന്ത്യ. എവിടെയാണ്? മുംബൈയിൽ. 2024 ലോക സുന്ദരി മത്സരത്തിന്റെ വേദി മുംബൈ. രഹസ്യ സ്വഭാവമുള്ളതും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുമായ രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം യെസ് വി ക്യാൻ ആൻഡ് TB. 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയമാണ് യെസ് വി ക്യാൻ ആൻഡ് TB എന്നത്. യെസ് വി ക്യാൻ ആൻഡ് TB. 2024 ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം ബീറ്റ് ലെപ്രോസി എന്നതാണ്. ബീറ്റ് ലെപ്രോസി.
2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീലാണ്. ബ്രസീലില് ബെലേം. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് COP30 വേദിയാകുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. ബ്രസീലില് ബെലേം. അടുത്ത ചോദ്യം. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം ഏതാണ്? യൂറോപ്പ ക്ലിപ്പർ ആണ്. യൂറോപ്പ ക്ലിപ്പർ. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കിയിട്ട് നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ജെഫ് ബെസോസ് ആണ്. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ്. ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണ്? ജെഫ് ബെസോസ്. അടുത്ത ചോദ്യം. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ വ്യക്തി ക്രിസ് ബ്രൗൺ. ബ്രിട്ടൻകാരനായ ക്രിസ് ബ്രൗൺ. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യത്തെ വ്യക്തിയാണ് ക്രിസ് ബ്രൗൺ. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചൈനയാണ്. ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡ്. ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനം ഫിൻലാൻഡ്. ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126. ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. 143. ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പുതിയ രാജ്യങ്ങൾ തിമോർ ലെസ്റ്റെ, കൊമോറസ്. ലോക വ്യാപാര സംഘടന WTOയിൽ അംഗമായ പുതിയ രാജ്യങ്ങളാണ് തിമോർ ലെസ്റ്റെ, കൊമോറസ് എന്നിവ. നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് പൊഖാറ. ലോകത്തിലെ ആദ്യ 3D പ്രിന്റിംഗ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യം സൗദി അറേബ്യയാണ്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റിംഗ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യം സൗദി അറേബ്യ. റഷ്യ അടുത്തിടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ ഗാരി കാസ്പറോവ്. റഷ്യ അടുത്തിടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ ആരാണ്? ഗാരി കാസ്പറോവ്. ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ മിഷേൽ ടെലഗ്രാൻഡ്. ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? മിഷേൽ ടെലഗ്രാൻഡ്. 66ാമത് ഗ്രാമി പുരസ്കാരം നേടിയ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ദിസ് മൊമെന്റ്. 66ാമത്തെ ഗ്രാമി പുരസ്കാരം ലഭിച്ച മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ഏതാണ്? ദിസ് മൊമെന്റ്. ആൽബത്തിന്റെ പേര് ദിസ് മൊമെന്റ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ്സ് ആണ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ്സ്. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം സ്വിറ്റ്സർലൻഡാണ്. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ്. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തെയാണ്? 134 ആണ്. 134. 96ാമത് ഓസ്കർ അവാർഡിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺഹൈമർ ആണ്. 96ാമത് ഓസ്കർ അവാർഡ്സിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഓപ്പൺഹൈമർ. 96ാമത് ഓസ്കർ അവാർഡ്സിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫി ആണ്. മികച്ച നടൻ കിലിയൻ മർഫി. 96ാമത് ഓസ്കർ അവാർഡിൽ മികച്ച നടിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് എമ്മ സ്റ്റോൺ ആണ്. 96ാമത് ഓസ്കർ അവാർഡ്സിൽ മികച്ച നടിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? എമ്മ സ്റ്റോൺ.
96ാമത് ഓസ്കർ അവാർഡ്സിൽ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ക്രിസ്റ്റഫർ നോളൻ ആണ്. ക്രിസ്റ്റഫർ നോളൻ മികച്ച സംവിധായകൻ. അടുത്ത ചോദ്യം, ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യത്തെ പേടകമാണ് ഒഡീസിയസ്. ഒഡീസിയസ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമാണ് ഒഡീസിയസ്. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ആത്മകഥ ആരുടേതാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇനി വരുന്നത് കായികവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ പതാക ഏന്തുന്ന ഇന്ത്യൻ കായിക താരം അജന്ത ശരത് കമൽ. 2024 പാരീസ് ഒളിമ്പിക്സിൽ പതാക ഏന്തുന്ന ഇന്ത്യൻ കായിക താരം അജന്ത ശരത് കമൽ. പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്രയാണ്. അഭിനവ് ബിന്ദ്ര. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യം സാത്വിക് സായിരാജ്, ചിരാഗ് ഷെട്ടി എന്നിവരാണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യമാണ് സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയും. 2023 ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയാണ്. 2023 ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സി. 2023 ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാ താരം ഐറ്റാന ബോൺമതി. സ്പെയിനിന്റെ ഐറ്റാന ബോൺമതിയാണ് 2023 ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഐറ്റാന ബോൺമതി. അടുത്ത ചോദ്യം, വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ താരം ശീതൽ ദേവിയാണ്. ശീതൽ ദേവി. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ഇന്ത്യൻ താരമാണ്, ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ശീതൽ ദേവി. ശീതൽ ദേവി. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? USA, മെക്സിക്കോ, കാനഡ. 3 രാജ്യങ്ങളിലായിട്ടാണ്. ഏതൊക്കെയാണ്? USA, മെക്സിക്കോ, കാനഡ. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? USA, മെക്സിക്കോ, കാനഡ. 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദി മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ്. മെറ്റ് ലൈഫ് സ്റ്റേഡിയം, USA മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ് ഫൈനൽ ലോകകപ്പിന്റെ ഫൈനൽ വേദി. ലോകകപ്പിന്റെ ഫൈനൽ വേദിയാണ് മെറ്റ് ലൈഫ് സ്റ്റേഡിയം, USA. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം PR ശ്രീജേഷ് ആണ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? PR ശ്രീജേഷ്. മുൻ മലയാളി ഹോക്കി താരം PR ശാരദയുടെ ആത്മകഥ ഫോർവേഡ്. മുൻ മലയാളി ഹോക്കി താരം PR ശാരദയുടെ ആത്മകഥയാണ് ഫോർവേഡ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി തമിഴ്നാടാണ്. ഭാഗ്യചിഹ്നം വീരമങ്കി. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായത് തമിഴ്നാടാണ്. ഭാഗ്യചിഹ്നം വീരമങ്കി. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മഹാരാഷ്ട്ര. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വേദികൾ ലഡാക്കും
ഗുൽമാർഗുമാണ്. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദികളാണ് ലഡാക്ക്, ഗുൽമാർഗ് എന്നിവ. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഷീൻ ഇ ഷി എന്ന ഹിമപ്പുലിയാണ്. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ് ഷീൻ ഇ ഷി എന്ന ഹിമപ്പുലി. അടുത്ത ചോദ്യം, 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദി USA-യും വെസ്റ്റ് ഇൻഡീസുമാണ്. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദി എവിടെയാണ്? USA-യും വെസ്റ്റ് ഇൻഡീസുമാണ്. USA, വെസ്റ്റ് ഇൻഡീസ്. രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കിയ ടീം മുംബൈയാണ്. രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കിയത് മുംബൈ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ജയ് ഷാ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ജയ് ഷാ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2027 വേദി ബെയ്ജിംഗ് ആണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2027 വേദി ബെയ്ജിംഗ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ. ഇറ്റലിയുടെ ജാനിക് സിന്നർ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് അരീന സബലങ്ക, ബെലാറസിന്റെ അരീന സബലങ്ക. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയത് രോഹൺ ബൊപ്പണ്ണ, മാത്യു എബ്ഡൻ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയത് രോഹൺ ബൊപ്പണ്ണ ആൻഡ് മാത്യു എബ്ഡൻ. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരമാണ് രോഹൺ ബൊപ്പണ്ണ. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരമാണ് രോഹൻ ബൊപ്പണ്ണ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പുതിയ CEO രഘുറാം അയ്യർ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പുതിയ CEO ആണ് രഘുറാം അയ്യർ. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അരുണാചൽ പ്രദേശാണ്. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? അരുണാചൽ പ്രദേശ്. 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? സർവീസസ് ആണ്. 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ സർവീസസ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ബിജയ് ഛേത്രി. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ബിജയ് ഛേത്രി. യുറഗ്വായ് ക്ലബ് കോളൻ FC. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. PSC ബുള്ളറ്റിൻ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്. മസ്റ്റായിട്ടും ഒരു ചോദ്യം പോലും വിടാണ്ട് പഠിച്ചിരിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്